Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, Okay. ma'am. Okay, good afternoon. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ അടുത്തത് നമ്മള് വായിച്ചു നോക്കിയായിരുന്നോ? അടുത്തത് വായിച്ചു നോക്കിയിരുന്നോ കഴിഞ്ഞ ദിവസത്തെ? ാണോ നമ്മള് എടുത്തു നിർത്തിയത് എവിടം വരെയാ? നടക്കുന്നുണ്ടോ? ജെറിയാട്രിക്സ് വരെയാണ് എടുത്തു നിർത്തിയത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ജിറിയാട്രിക്സില് നമ്മൾ കണ്ടിരുന്നു എന്താണ് വയോജനങ്ങൾ അല്ലെ. കുറച്ചും കൂടി സൗണ്ട് നമുക്കൊന്നുകൂടി സൗണ്ട് ഉണ്ടോ എന്നൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. എന്തെങ്കിലും ക്ലിയർ അല്ല എങ്കിലും ഒന്നുകൂടി മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ജെറിയാട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു വയോജനങ്ങൾ അല്ലെ, കുറച്ചും കൂടി പ്രായമായവരുടെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട വിഭാഗമാണ് ജെറിയാട്രിക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ ആണോ? ഓക്കെ. This department is usually equipped with the doctors specialized in geriatric medicine, since the elderly suffer from a wide range of illnesses and seek treatment for stroke, gastroenterology, then diabetes, locomotor problems, and bone diseases. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ഡിസീസ് വരെ അല്ലെ, ഡയബറ്റീസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. നമ്മൾ കണ്ടു എൽഡർലി സഫർ ചെയ്യുന്ന അല്ലെ, അവിടെ ഏജ് ഓവർ ആവുമ്പോൾ അവർക്കുണ്ടാവുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ സെപ്പറേറ്റ് അല്ലെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് വിഭാഗമാണ് ജെറിയാട്രിക്സ് വിഭാഗം എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് അത് മാർക്ക് ചെയ്ത് തന്നെ വരിക. എന്താണ് ജെറിയാട്രിക്സ്, ഏത് വിഭാഗത്തിലാണ് അല്ലെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്, ഇത് ഏത് വിഭാഗത്തിലാണ്, ജെറിയാട്രിക്സ് വിഭാഗത്തിലാണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എൽഡർലി ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം ഒരു സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്യുക, ജെറിയാട്രിക്സ് വിഭാഗമാണ്. നമ്മൾ അതിൽ കണ്ടു സ്ട്രോക്ക് പേഷ്യൻസ് അല്ലെ, പെട്ടെന്ന് തന്നെ ഒരു ഭാഗത്ത് നമുക്കറിയാം അല്ലെ കൃത്യമായ രീതിയിൽ ആ ഒരു ബ്ലഡ് ഫ്ലോ ഒന്നും ഇല്ലാത്ത വരുന്ന അവസ്ഥയിലൊക്കെ സ്ട്രോക്ക് വരാനായിട്ടുള്ള പക്ഷാഘാതമൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ അതേപോലെ തന്നെ ഗ്യാസ്ട്രോ എൻട്രോളജി അറിയാം, കുറച്ചും കൂടി അല്ലെ അവിടെ തീർച്ചയായിട്ടും ജീർണകോശ രോഗങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട്, ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ അതേപോലെ തന്നെ ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ആ ടൈമിലൊക്കെ അതേ ടൈമിലല്ലേ കുറച്ച് ഏജ് ആവുമ്പോഴാണ് ഇതിനൊക്കെ രോഗങ്ങളെല്ലാം കൂടുതലായിട്ടുള്ള അല്ലെ രീതിയിൽ കൂടുതൽ മൂർധന്യാവസ്ഥയിൽ വരാനായിട്ടുള്ള സാധ്യതകൾ വരുന്നത്. ദെൻ ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലംസ് തുടങ്ങിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ലോക്കോമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രായമായവർക്ക് നമ്മുടെ സാധാരണ രീതിയിൽ അതായത് അഡൽട്ടായിട്ടുള്ള ആ ടൈമിൽ ഉണ്ടാവുന്ന അത്ര സ്പീഡിലൊന്നും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ചലനശേഷി അത്രയും അല്ലെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കൈ എടുക്കുമ്പോഴും കാലെടുക്കുമ്പോഴും അല്ലെ എല്ലാത്തിന്റെയും ആ ചലന വേരിയേഷൻസ് ഒക്കെ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്.
അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെ കൈപൊക്കാൻ പറ്റുന്നില്ല, കൃത്യമായ രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെല്ലാം ഓരോ അവരാഗ്രഹിക്കുന്ന വിധത്തിൽ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ നേടാനായിട്ട് അവർ ആഗ്രഹിക്കും. പിന്നെ അതേപോലെ തന്നെ സിനോകോപ്പ് അല്ലെ സിംകോപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ചില സമയങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെ അവരുടെ പോഷക സമൃദ്ധമായിട്ട് ഉള്ള ന്യൂട്രിയൻസ് ഒന്നും ആ ടൈമിൽ കിട്ടാത്തൊരവസ്ഥയ്ക്ക് ഉണ്ടാവാം. അതല്ലെങ്കിൽ എല്ലാം അല്ലെ ഒരു കൂടുതലായിട്ട് നമുക്കറിയാം കുറച്ച് ഏജൊക്കെ ആവുമ്പോൾ എല്ലാ രീതിയിലും അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ ഡൗൺ ആവുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം പോഷക സമൃദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണമൊന്നും അവർക്ക് നേരാവണ്ണം കഴിക്കാൻ പറ്റാത്തൊക്കെ അവസ്ഥയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബോധക്ഷയങ്ങൾ ഡയബറ്റീസ് അല്ലെ കൂടുതലായിട്ടുള്ള പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ പ്രഷർ കുറയുകയോ ഡയബറ്റീസ് അല്ലെ അവിടെ പ്രമേഹം അതൊക്കെ മൂർധന്യ അവസ്ഥയിലൊക്കെ എത്തുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ബോധക്ഷയം ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരം അവസ്ഥയിലും നമുക്കറിയാം ജെറിയാട്രിക്സ് വിഭാഗത്തിനെയാണ് അവര് സമീപിക്കുന്നത്. ദെൻ ബോൺ ഡിസീസസ് ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? ദെൻ വീണ്ടും എന്താണ് ബോൺ ഡിസീസ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം എല്ലുകൾക്കൊക്കെ അല്ലെ ക്ഷതം സംഭവിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയാണ്. നമുക്കറിയാം ഇൻ കേസ് അറ്റ് എ ടൈമിലൊക്കെ അവ എവിടെയെങ്കിലൊക്കെ വീണ് പോയി കഴിയുമ്പോഴൊക്കെ നമ്മളുടെ സാധാരണ രീതിയിൽ അല്ലെ അഡൽട്ട് ഏജിലൊക്കെ ചെയ്യും അല്ലെങ്കിൽ കുട്ടികളായിരിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയിൽ എല്ലുകൾ കൂടിച്ചേരുന്ന വിധത്തില് അത്രയും എളുപ്പത്തിൽ കൂടിച്ചേരാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വരും. കാരണം നമുക്കറിയാം അവരുടെ വളർച്ച അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിയിലുള്ള ഹോർമോൺ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ഡൗൺ ആയിരിക്കുന്ന സമയമാണ്. സോ അറ്റ് ടൈമിലൊന്നും എല്ലുകൾക്കൊന്നും എന്തെങ്കിലും ക്ഷതങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തേയ്മാനങ്ങളൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലായിട്ടുള്ള സമയമാണ്. അപ്പൊ അത്തരത്തിലൊക്കെ അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുമ്പോൾ ജെറിയാട്രിക്സ് വിഭാഗത്തിനെയാണ് സമീപിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ജെറിയാട്രിക്സ് വിഭാഗത്തിലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ഒക്കോമോട്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. എന്താണ് സിൻകോപ്പ് അല്ലെ ബോധക്ഷയം അല്ലെങ്കിൽ ചലനശേഷി കുറവ് അനുഭവപ്പെടുന്നത്, ബോൺ ഡിസീസസ് എല്ലുമായി ബന്ധപ്പെട്ട അസുഖങ്ങള്, ദെൻ ഡയബറ്റീസ്, ദെൻ ഗാസ്ട്രോഎൻട്രോളജി ആൻഡ് സ്ട്രോക്ക്. ഓക്കെ അല്ലേ? നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. This department also provides a range of community services such as home mobile therapy units, palliative care, and this department is often connected with the other community centers. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും കമ്മ്യൂണിറ്റി സർവീസ് അല്ലെ മറ്റു രീതിയിലൊക്കെ ഉള്ള സേവനങ്ങൾ, സാമൂഹിക സേവനങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ലഭ്യമാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. അതേപോലെ തന്നെ ഹോം സർവീസ് അല്ലെ നമുക്കറിയാം പ്രായമായവർക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ അവരുടെ രോഗാവസ്ഥകളൊക്കെ ചിലപ്പോൾ വേരിയേഷൻസ് ഒന്നും കാണിക്കാതെ തന്നെ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് പറയും വീടുകളിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ പറയും അല്ലെ. അവിടെ വീടുകളിലേക്ക് തന്നെ അതേ സജ്ജീകരണത്തോട് കൂടിയിട്ടൊക്കെ തന്നെ വീടുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പെർമിഷനൊക്കെ ഡോക്ടേഴ്സ് അനുവദിക്കും. അതേമാതിരി തന്നെ പാലിയേറ്റീവ് കെയർ സെന്ററുകളിലൊക്കെ ശുശ്രൂഷകൾ ലഭ്യമാകും. ആൻഡ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓഫൺ കണക്റ്റഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സെന്റർ. ഈ ഒരു ജെറിയാട്രിക്സ് വിഭാഗമായിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെ അവരുടെ അണ്ടറിൽ തന്നെയായിരിക്കും, അവരുടെ പെർമിഷനോട് കൂടിയിട്ടൊക്കെ തന്നെയായിരിക്കും ഇന്ന വിഭാഗങ്ങളിലേക്ക് ഈ വയോധികരായിട്ടുള്ള വ്യക്തികളെയൊക്കെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റും ജെറിയാട്രിക്സ് വിഭാഗത്തിലുള്ള വ്യക്തികളുമായിട്ടായിരിക്കും തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ പ്രൊവൈഡ് എ റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി സർവീസസ് അല്ലെ. കമ്മ്യൂണിറ്റി മറ്റ് സാമൂഹിക സേവനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രതിജ്ഞാബദ്ധരാണ്. കാരണം ചില അവസരങ്ങളിലൊക്കെ അവിടെ തീർച്ചയായിട്ടും പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് അവിടെ കൈകാര്യം ചെയ്യുന്നതിന് അതല്ലെങ്കിൽ മറ്റു കമ്മ്യൂണിറ്റി സെന്ററായിട്ട് ബന്ധപ്പെട്ടൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ അവരെ പെർമിഷൻ കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ കണക്ഷൻ അല്ലെ അവരെ തീർച്ചയായിട്ടും ആ ജെറിയാട്രിക്സ് വിഭാഗവുമായിട്ടായിരിക്കും അവരെപ്പോഴും കണക്ട് ചെയ്ത് സേവനങ്ങൾ നടപ്പാക്കിക്കൊണ്ടു പോകും. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം.
ഓക്കെ, വോയിസ് ഓക്കെ അല്ലേ? ഫാനിന്റെ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നതാണ്. താഴെ വീണത് നമ്മുടെ ക്ലാസ്സിലൊന്നും കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണോ? കേൾക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ജെറിയാട്രിക്സ് വിഭാഗത്തിനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ജനറൽ മെഡിസിൻ. ഓക്കെ, എന്താണ് ജനറൽ മെഡിസിന്റെ കാര്യം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോ ഓരോരോ വിഭാഗങ്ങളാണ് ഹോസ്പിറ്റലിലെ അല്ലെ, പ്രത്യേകമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യമാണ്. ദെൻ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ എന്താണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നോക്കാം. നമുക്കറിയാവുന്ന പോലെ ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ ഈസ് ദ medical specialty that deals with the prevention, diagnosis and treatment of adult diseases. ഓക്കെ, നമുക്കറിയാം സാധാരണ രീതിയിലുള്ള അല്ലെ അഡൽറ്റ് പേഴ്സൺസിന് അവരുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ രോഗനിർണയം, രോഗം വരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. Okay, internal medicine or general medicine is the medical specialty that deals with the prevention, diagnosis and treatment of adult diseases. Clear അല്ലേ? അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകാം. എന്താണ് ഏത് വിഭാഗക്കാരാണ് അല്ലെ, എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരത്തിലുള്ള പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്സ് മായി ബന്ധപ്പെട്ട രോഗാവസ്ഥയിൽ വരുന്നവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, ജനറൽ മെഡിസിൻ വിഭാഗമാണ്. ഓക്കെ, എ ജനറൽ പ്രാക്ടീഷണർ അതായത് GP ഈസ് എ ഫിസിഷ്യൻ ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ഓക്കെ, തീർച്ചയായിട്ടും ഒരു പ്രത്യേക ഏരിയയിൽ അല്ലെ, ഒരു ENT വിഭാഗം അല്ലെങ്കിൽ കാർഡിയോളജി വിഭാഗം അങ്ങനെ പ്രത്യേക സ്പെഷ്യലൈസേഷൻ ഒന്നും എടുക്കാതെ തന്നെയുള്ള അല്ലെ ജനറൽ പ്രാക്ടീഷണർ ആണ് ഇവിടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ് അവരുടേതായിട്ടുള്ള ഈ ജനറൽ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഒക്കെ ഹാൻഡിൽ ചെയ്തു പോകുന്നത്. ജനറൽ പ്രാക്ടീഷണർ GP is a physician who is not specialized in one particular area of medicine. ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിന്റെ സ്പെഷ്യലൈസേഷൻ എടുക്കാത്ത ഫിസിഷ്യൻസ് ആണ് ജനറൽ മെഡിസിൻ അല്ലെ, ഒരു ജനറൽ പ്രാക്ടീഷണർ ആണ് എന്താണ് ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ രണ്ട് പോയിന്റും ഓക്കെ ആണോ? രണ്ട് പോയിന്റ്സ് അതിലുണ്ട് നോട്ട് ചെയ്യാനുള്ളത്. ഒന്നാമതായിട്ട് എന്താണ് ഇന്റേണൽ ഓർ ജനറൽ മെഡിസിൻ ഇസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ. ഏത് വിഭാഗത്തിലുള്ളവരെയാണ്? അഡൽറ്റ് ഡിസീസസ് അല്ലെ, അഡൽറ്റ് വിഭാഗത്തിലുള്ള പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, അവരുടെ രോഗനിർണയം, രോഗങ്ങൾ വരുന്നതിനുള്ള മുൻകരുതൽ തടയുന്ന മാർഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ജനറൽ മെഡിസിൻ. അവരെ കൈകാര്യം ചെയ്തത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് അല്ലെ, ഒരു നേടിയെടുത്തിട്ടില്ലാത്ത ജനറൽ പ്രാക്ടീഷണേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജനറൽ മെഡിസിൻ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, routine health care, example physical examinations, immunization and assess and treat many different conditions including illness and injuries. MBBS with MD. General medicine is usually a general physician. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോ സാധാരണ രീതിയിൽ നമുക്കറിയാം ഈ അഡൽട്സ് രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ജനറൽ ഡോക്ടറിനെ കാണണം എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് പനി വന്നാലും അല്ലെ, ഏത് സ്കിന്ന് എന്താണെങ്കിലും സ്പെഷ്യലൈസേഷൻ വരണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പൊതുവെ ഏത് ഡോക്ടറെ ആയിരിക്കും കാണാൻ? ജനറൽ മെഡിസിനെയാണ് കാണുന്നത് അല്ലെ. ഒരു ജനറൽ ഫിസിഷ്യനെയല്ലേ കാണാൻ പോകുന്നത്? എന്ത് രോഗമാണെന്ന് സ്പെഷ്യലായിട്ട് അറിയില്ല എങ്കിലും അല്ലേ, ആണോ? കേസ് ജെറിയാട്രിക് വിഭാഗം ഇല്ലെങ്കിൽ കൂടി നമ്മൾ എന്താണ് തീർച്ചയായിട്ടും ഫിസിഷ്യനെ കാണാനാണ് പോകുന്നത് അല്ലെ. ഫിസിഷ്യൻ ആണ് നമ്മളോട് ചിലപ്പോൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നവർ. ചിലപ്പോൾ വേണമെങ്കിൽ രോഗനിർണയം നടത്തിയപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അവർ പറയാം കാർഡിയോളജി വിഭാഗത്തിനെ കാണിക്കണം, ന്യൂറോളജിനെ കാണിക്കണം, നെഫ്രോളജിനെ കാണിക്കണം അല്ലെ. അത് സ്പെഷ്യലൈസ് ചെയ്ത വിഭാഗത്തിനെ കാണിക്കണമെന്ന് ഫിസിഷ്യൻസ് ആണ് നമ്മളോട് റെക്കമെൻഡ് ചെയ്യുക അല്ലെ. റുട്ടീൻ ആയിട്ടുള്ള ഹെൽത്ത് കെയർ എക്സാമിനേഷൻ നടത്തുന്ന അവരെ ഏത് വിഭാഗത്തിലുള്ളവരാണ്? ജനറൽ മെഡിസിൻ വിഭാഗത്തിലുള്ളവരാണ് റുട്ടീൻ കെയർ ഹെൽത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, then and assess and treat many different conditions including illness and injuries. In case നമുക്കറിയാം അത്തരത്തിലുള്ള ഡോക്ടേഴ്സ് സാധാരണ രീതിയിലുള്ള ബാച്ചിലർ ഓഫ് മെഡിസിൻ, ബാച്ചിലർ ഓഫ് സർജറി അത് കൈകാര്യം ചെയ്ത ഫിസിഷ്യൻസ് തന്നെയാണ്. പക്ഷെ അവർ സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ എന്താണ് മോസ്റ്റ്ലി നമുക്കറിയാം നമ്മൾ ഏത് രോഗാവസ്ഥയിലുള്ളവരാണെങ്കിലും
ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മീറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഫിസിഷ്യനെയാണ്. അദ്ദേഹമാണ് യൂഷ്വലി എന്തെങ്കിലും വിഭാഗത്തിൽ സെപ്പറേറ്റ് വിഭാഗത്തിനെ കാണിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് റെഫർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ജനറൽ മെഡിസിൻ വിഭാഗം എന്താന്നുള്ളത് ാണോ? കേളേ? യെസ്. നോട്ട് ചെയ്യേണ്ട ഭാഗം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഫസ്റ്റ് ആ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. നമുക്കറിയാം പൊതുവെ അല്ലെ റുട്ടീൻ ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് പ്രഷർ നോക്കുക, ഷുഗർ നോക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഫിസിഷ്യനെ പോയി തന്നെയാണ് കാണുക അല്ലെ. എന്തെങ്കിലും ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് അല്ലെ അദ്ദേഹത്തിന് എന്തെങ്കിലും തോന്നലാണ് ആ രോഗനിർണയത്തില് ചിലപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കണ്ടിട്ട് വേണമെങ്കിൽ അവർ റെഫർ ചെയ്യും അല്ലെ. നിങ്ങൾ വേണമെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കാണിക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു വേരിയേഷൻസ് ആണ് ഇതിൽ കാണിക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓള് നമ്മളുടെ ചെക്കപ്പിൽ വരുന്ന കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നത് ജനറൽ ഡോക്ടർ ആയിരിക്കും, അതായത് ഫിസിഷ്യൻ ആയിരിക്കും. Then gastroenterology. Okay, എന്താണ് gastroenterology വിഭാഗം ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ഇത് വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് സ്റ്റൊമക്ക്. ഓക്കെ ഓക്കെ, ഉദര സംബന്ധമായ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെ വിഭാഗമാണ്. അത് കുറച്ച് വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും അത് കുറച്ച് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓരോ വിഭാഗം എന്താന്നുള്ളത് നിങ്ങൾ എങ്ങനെയെങ്കിലും ക്യാച്ച് ചെയ്ത് പോവാം. അപ്പൊ എളുപ്പത്തിൽ നമ്മുടെ ആൻസറുകൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എന്താണ് എളുപ്പത്തിൽ തന്നെ നോട്ട് ചെയ്ത് പോകാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ അല്ലെ. നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വിഭാഗമാണ്. The diagnosis and treatment of conditions that affect the esophagus, stomach, small intestine, large intestine, colon, liver, pancreas, gallbladder, colon and rectum. Okay. അതായത് ഉദര സംബന്ധമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് എല്ലാം അന്നനാളം മുതല് നമ്മുടെ വായിലൂടെ ഭക്ഷണം കഴിക്കുന്നത് മുതല് അല്ലെ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തിപ്പെട്ട് അല്ലെ അതിന്റെ വിസർജ്യം അത് പുറന്നു പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ അതിലുള്ള കുടലുകളും വൻകുടലും അല്ലെ ചെറുകുടലും എല്ലാം തന്നെ ഉൾപ്പെട്ട വിഭാഗത്തിന് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗമാണ് അല്ലെ. ഗ്യാസ്ട്രോ ഡോക്ടറിനെയാണ് നമ്മൾ പ്രിഫർ ചെയ്ത് കാണാനായിട്ട് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അതിൽ എടുത്ത് പറയുന്ന കാര്യം ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് കണ്ടീഷൻസ് ദാറ്റ് അഫക്ട് ദ ഫിസിയോഫംഗസ് സ്റ്റൊമക്ക്, അതായത് അന്നനാളം അല്ലെ. അവിടെ സ്റ്റൊമക്ക് നമ്മുടെ ഉദര സംബന്ധമായ കാര്യങ്ങളിൽ അതിൽ ഉൾപ്പെടുന്ന സ്മോൾ ഇൻഡസ്ട്രിയൻ നമുക്കറിയാം, ചെറുകുടല്, ലാർജ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വൻകുടല് അല്ലെ. ദെൻ ലിവർ, പാൻക്രിയാസ്, അവിടെ പാൻക്രിയാസ് ഗ്രന്ഥിയും കാര്യങ്ങളൊക്കെ. കരളുമായി ബന്ധപ്പെട്ട് പിന്നെ ഗാൾ ബ്ലാഡർ, എന്താണ് ഗാൾ ബ്ലാഡർ എന്ന് പറയുന്നത്? പിത്തസഞ്ചി അല്ലെ. അവിടെ അതെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോയാലാണ് നമ്മളുടെ ദഹനേന്ദ്രിയ പ്രവർത്തനങ്ങളൊക്കെ കൈകാര്യം അല്ലെ നല്ല പ്രോപ്പറായിട്ട് പോവുകയുള്ളൂ എല്ലാ ഫങ്ഷൻസും അല്ലെ. അപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ വൻകുടലിലോ ചെറുകുടലിലോ അല്ലെങ്കിൽ ഗാൾ ബ്ലാഡറിലോ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ദഹന പ്രക്രിയയെ വളരെ കാര്യമായിട്ട് ബാധിക്കാനും അതുമായി ബന്ധപ്പെട്ട ഡിസീസസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഗ്യാസ്ട്രോളജി വിഭാഗമാണ് അത് ഡീൽ ചെയ്ത് തരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഫിസിഷ്യന്റെ അടുത്ത് നമുക്കറിയില്ല എന്ത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് എന്നറിയില്ല അല്ലെ. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലും ചിലപ്പോൾ പെയിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുമ്പോൾ ഡോക്ടറിനെ നമ്മൾ സമീപിക്കും. ചിലപ്പോൾ ഡോക്ടർ എന്തെങ്കിലും സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ സ്കാനിൽ നിന്ന് നമുക്കറിയാം അവർ കൺഫേം ചെയ്യും നിങ്ങൾ ഒരു ഗാസ്ട്രോളജി വിഭാഗത്തിന് പോയി കാണുക അല്ലെ. അതെന്തെങ്കിലും ദഹനേന്ദ്രിയ പ്രശ്നങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് ചില പേഷ്യൻസിന് നേരെ തന്നെ അറിയാം ഇത് ഗാസ്ട്രോളജി വിഭാഗത്തിനെയാണ് കാണേണ്ടത്. കാരണം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും അല്ലെ ഈ പറഞ്ഞ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും പരമ്പരാഗത അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും
അത്തരത്തിലുള്ള ഡോക്ടറെ തന്നെ പ്രിഫർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് നേടിയെടുക്കും. It also involves the endoscopy. ഇത് നമുക്കറിയാം ആധുനികമായിട്ടുള്ള ഒരു ചികിത്സാ കാര്യമാണ്. അതായത് ഈ എൻഡോസ്കോപ്പി നടത്തുമ്പോൾ അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ഒരു പ്രത്യേകത, അത് ട്യൂബിന്റെ അല്ലെ അറ്റത്ത് അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ട് ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള അല്ലെ സംഭവമാണ് അത്. തീർച്ചയായിട്ടും നമുക്കറിയാം അത് ശരീരവായിൽ കൂടെ ഇറക്കിയിട്ട് നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ പിക്ചർ ഡോക്ടറിന് കണ്ടെത്താനായിട്ട് അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് തന്നെ ഡോക്ടറിന് കൃത്യമായിട്ട് തന്നെ രോഗനിർണയം നടത്താനായിട്ടും അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു ആധുനികമായിട്ടുള്ള ചികിത്സ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് കൊണ്ടുള്ള ഒരു രീതിയാണ് എൻഡോസ്കോപ്പി. അത് സാധാരണ രീതിയിൽ സ്tomachുമായി ബന്ധപ്പെട്ടുള്ള രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ്. ഇത് ഓൾസോ ഇൻവോൾവ്സ് എൻഡോസ്കോപ്പി. അതുകൊണ്ടാണ് ഇവിടെ എൻഡോസ്കോപ്പി പോലെയുള്ള ചികിത്സാ കാര്യങ്ങൾ ഇത് തീർച്ചയായിട്ടും ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എൻഡോസ്കോപ്പി ഒക്കെ എടുക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആ ഒരു കാര്യം ഒരു എന്താണ് അതിന് ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്തേരെ. എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഇനി അറിയാതിരിക്കരുത്, ജസ്റ്റ് അത് നോട്ട് ചെയ്തേരെ. ജസ്റ്റ് നമുക്കറിയാം ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്തായാലും എല്ലാം ഇതിന്റെയൊക്കെ ഈ ചാപ്റ്ററിലും മൊത്തത്തിൽ ഇത് ഇന്ന അസുഖവുമായി ബന്ധപ്പെട്ട് ഏത് ഡോക്ടറെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ എന്ത് ഫോക്കസ് ആണ് ഈ ഒരു വിഭാഗം എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ, ഏതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്, ആ രീതിയിലായിരിക്കും മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിലും ജസ്റ്റ് മനസ്സിലാക്കുക ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻസ് അല്ലെ. അപ്പൊ അതില് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സ്tomachുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രീൻസ് ഒക്കെയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള എന്തെങ്കിലും ഡിസീസസ് വരികയാണെങ്കിൽ ഡീൽ ചെയ്യുന്ന വിഭാഗം ഗാസ്ട്രോഎൻട്രോളജിയാണ്. ലാസ്റ്റ് സെന്റൻസ് നോക്കാം. സ്പെഷ്യൽ നഴ്സസ് ആർ ഓഫൺ പോസ്റ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് and they are capable of performing a wide range of bowel investigation. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ അല്ലെ നമ്മുടെ കുടൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് അതിനു വേണ്ടിയിട്ട് പ്രത്യേകം നോളജ് ഉള്ള സ്പെഷ്യൽ നഴ്സുമാരൊക്കെ തന്നെയായിരിക്കും ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എൻഡോസ്കോപ്പി അല്ലെ കൊളോണോസ്കോപ്പി അങ്ങനെയൊക്കെ പുതിയ പുതിയ ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രീതികൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ നഴ്സുമാരായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഏതാണോ? ഓക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒരു ചെറിയ ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ. ഇതാണ് ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി എന്തുമായി വിഭാഗമാണ്? ലിവർ സംബന്ധമായിട്ടുള്ളത്. കരൾ സംബന്ധമായ അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഹെപ്പറ്റോളജി അല്ലെ, ഹെപ്പറ്റോളജിസ്റ്റിനെയാണ് നമ്മൾ സമീപിക്കേണ്ടതായിട്ട് നോക്കാം. Hepatology is a super specialty that deals with the diagnosis and management of patients suffering from disorders of the liver. നമ്മുടെ കരൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രധാനപ്പെട്ട വിഭാഗം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഏത് വിഭാഗമാണ്, ജസ്റ്റ് ആ ഒരു കാര്യങ്ങൾ ടേംസ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമുക്കറിയാം ഈ ഓരോ ഇതിന്റെ ഓരോ വിഭാഗങ്ങളും തന്നെ കൂടുതലായിട്ട് വൈഡായിട്ട് ഓരോന്നിലും പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഹെപ്പറ്റോളജി എന്ന് കേൾക്കുമ്പോൾ ഓർത്ത് വെക്കുക ലിവർ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ, ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സ് വരികയാണെങ്കിൽ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് ഹെപ്പറ്റോളജി. Hepatology is a super specialty that deals with the diagnosis and the management of a patients suffering from പേഷ്യന്റ് ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വൈയായികകൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ രോഗനിർണയത്തിനും അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭാഗമാണ് ഹെപ്പറ്റോളജി. ക്ലിയറല്ലേ? നോട്ട് ചെയ്തോ? ാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഗൈനക്കോളജിയാണ്. ഗൈനക്കോളജിയിലേക്ക് നോക്കാം.
This is a department that deals with the investigation and treatment of problems of the female reproductive system. Okay, നമുക്കറിയാം ഫീമെയിൽ ആയിട്ടുള്ളവരുടെ റീപ്രൊഡക്റ്റീവ് അല്ലെ പ്രത്യുൽപാദന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതിന്റെ പരിശോധനയും എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ പ്രോബ്ലംസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഗൈനക്കോളജി വിഭാഗമാണ്. A woman's life is marked by unique changes that occur with the time from attaining menarche, conception, pregnancy, childbirth and menopause. നമുക്കറിയാം വുമൻസിന്റെ ലൈഫില് അല്ലെ ഒരു എന്താണ് സാധാരണ ടീനേജ് ആവുന്ന ടൈമിലൊക്കെ നമുക്കറിയാം മെനാർക്കി ടൈം അല്ലെ അഥവാ ടൈം വരുന്നു. ദെൻ കൺസെപ്ഷൻ അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വരുന്നു. ദെൻ നമുക്കറിയാം പ്രഗ്നൻസി ടൈം അല്ലെ അവിടെ കുട്ടികളുടെ ബർത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രഗ്നൻസി കാര്യങ്ങള്. ദെൻ ചൈൽഡ് ബർത്ത് അവരുടെ കുട്ടികളുടെ ബർത്ത് കാര്യങ്ങൾ വരുന്നു. ദെൻ മെനാർക്കസ് എന്ന് പറയുമ്പോൾ ആർത്തവ വിരാമം അല്ലെ അത് അനുഭവപ്പെടുന്ന ടൈമുകൾ വരുന്നു. തീർച്ചയായിട്ടും ആ ഒരു കുട്ടി അല്ലെ ഒരു വുമൺ അതിന്റെ ആ ഒരു ഏജ് കഴിയുക ഓരോ ടൈം ടു ടൈമില് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട് അല്ലെ. പ്രത്യുൽപാദന ശേഷികളെല്ലാം കൃത്യമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. ഇൻ കേസ് ആ ഒരു ഡെവലപ്മെന്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ട്രീറ്റ്മെന്റ് നടത്തേണ്ടതുണ്ട്. ആ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് ഏത് വിഭാഗത്തിനെ സമീപിച്ചാണ്? ഗൈനക്കോളജി വിഭാഗത്തിനെ സമീപിച്ചാണ്. ഓക്കെ, അപ്പൊ ആർത്തവ ടൈം, മെനാർക്കി ടൈം, കൺസെപ്ഷൻ ടൈം, അത് ഡെവലപ്പ് ചെയ്യുന്ന ടൈം, ദെൻ പ്രഗ്നൻസി ടൈം, ചൈൽഡ് ബർത്ത് ആൻഡ് മെനോപോസ് എന്ന് വെച്ചാൽ ആർത്തവ വിരാമം സംഭവിക്കുന്ന ടൈം. ഈ ടൈമുകളിലെല്ലാം എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏത് വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടത്? ഗൈനക്കോളജി വിഭാഗത്തിന്. These changes do bring about problems directly or indirectly connected with the reproductive systems, and so requires a separate branch of medicine that focuses on these areas. അതായത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ, പ്രത്യുൽപാദന പ്രവർത്തനത്തിനെ കാര്യമായിട്ട് ബാധിക്കും അല്ലെ. ഒരു ടൈമിങ്ങില് എന്താണ് മെനാർക്കി സംഭവിച്ചില്ല എങ്കിൽ അല്ലെ, അവിടെ പീരിയഡ്സ് ഒന്നും വന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ടൈമില് അതിന്റെ ഗ്രോത്തും കാര്യങ്ങളൊന്നും വന്നില്ല എങ്കിലൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അറ്റ് ടൈമിലെല്ലാം നമുക്കറിയാം സേവനം നേടേണ്ടത് ഗൈനക്കോളജി വിഭാഗത്തിനെയാണ്. ഈ ഗൈനക്കോളജി വിഭാഗത്തിനെ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് കുറെ വിഭാഗങ്ങളായിട്ട് കുറച്ച് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സോ റിക്വയർസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസ് ഓൺ ദിസ് ഏരിയ അല്ലെ. ഇതിനെ സെപ്പറേറ്റ് ഗൈനക്കോളജി തന്നെ സെപ്പറേറ്റ് വിഭാഗങ്ങളായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കാര്യമായി ബാധിക്കുന്നത് കൊണ്ട്. These three specialties are gynecology, obstetrics, and infertility. ഓക്കെ, അപ്പൊ അതില് പ്രധാനമായിട്ടുള്ള സെപ്പറേഷൻസ് പറയുന്നത് ഗൈനക്കോളജി വിഭാഗം, then obstetrics, infertility. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ഈ മൂന്ന് വിഭാഗം എന്താന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് ഗൈനക്കോളജിയിൽ നടപ്പാക്കുന്നത്? ഗൈനക്കോളജി കൺസിസ്റ്റ് ഓഫ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ തെറാപ്പീസ് for the complete spectrum of disorders that involves the female reproductive system. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫ്ലോ, അതായത് മെനാർക്കി തുടങ്ങിയുള്ള മെനോപോസ് വരെയുള്ള ആ ഒരു ടൈമിങ്ങിൽ വരുന്ന എന്തെങ്കിലും വേരിയേഷൻസ് അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകളെല്ലാം അതെല്ലാം നമുക്കറിയാം ഗൈനക്കോളജി വിഭാഗത്തിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് മൊത്തത്തിൽ അവിടെ ഇൻവോൾവ് ചെയ്യും അല്ലെ. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണുന്നത്. അതിന് തന്നെയുള്ള സെപ്പറേഷൻസ് അല്ലെ. ചില ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്കറിയാം പ്രത്യേകം വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിനും സെപ്പറേഷൻസ് ആയിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഒബ്സ്റ്റെറിക്സ് ആണ്. എന്താണ് ഒബ്സ്റ്റെറിക്സ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്? ആ വിഭാഗം എന്താണ് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്? ഒബ്സ്റ്റെറിക്സ് ഈസ് ദ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഡീലിംഗ് വിത്ത് ദ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. അതായത് കുട്ടിയും അമ്മയും കുഞ്ഞും അല്ലെ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് കാര്യം മാത്രമാണ്. അതായത് ചൈൽഡ്, മദർ ആൻഡ് ചൈൽഡ്, ഇൻ കേസ് ഇവിടെ പറയുന്നുണ്ട് വിത്ത് ദ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. അതായത് പ്രഗ്നൻസിക്ക് അല്ലെ പ്രഗ്നൻസി ആവുന്നത് മുതലുള്ള അതേപോലെ തന്നെ ആ ടൈമില്
then കുട്ടിയായതിനു ശേഷം ചൈൽഡ് ബർത്തിന് ശേഷമുള്ള എല്ലാ തരത്തിലുള്ള ശുശ്രൂഷ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഒബ്സ്റ്റെറിക്സ്. അപ്പൊ അവിടെ പ്രൊഡക്ഷൻ അല്ലെ, റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അതിനോട് ചേരുന്ന വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഒബ്സ്റ്റെറിക്സ് വിഭാഗമാണ്. Assisted reproductive is a special branch of a medicine that deals with the infertility issues in both men and women and involves a diagnosis of infertility therapeutic techniques to improve fertility and embryology services such as the in vitro fertilization. ഇനി നമുക്കറിയാം ഇതിന്റെ ഒരു വിഭാഗമാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെ. ഇവിടെ നമ്മൾ ജസ്റ്റ് കണ്ടതാണ് ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യതാ ചികിത്സാ കാര്യങ്ങളൊക്കെ. അപ്പൊ കുട്ടി ആയിരിക്കുമ്പോൾ, അതായത് നമുക്കറിയാം അല്ലെ, കുട്ടികളുടെ 9 മന്തും 9 ഡേയ്സും ഒക്കെ ഉള്ള ആ ഒരു പ്രഗ്നൻസി ടൈം, ദെൻ ആഫ്റ്റർ പ്രഗ്നൻസിക്ക് ശേഷമുള്ള ചൈൽഡ് ബർത്ത് കുറച്ച് അല്ലെ, അത് കുറച്ച് നേരം അതിനുശേഷം പ്രഗ്നൻസിക്ക് ശേഷമുള്ള ചൈൽഡ് ബർത്തിന് ശേഷമുള്ള ഒരു ഡ്യൂറേഷൻ, ആ ടൈമാണ് ഒബ്സ്റ്റെറിക്സ് വിഭാഗം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് is a special branch of medicine that deals with the infertility issues in both men and women അല്ലെ. അവിടെ മെന്നിന്റെയും അതേപോലെ തന്നെ വുമണിന്റെയും എന്തെങ്കിലും റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ അല്ലെ, അവിടെ പ്രഗ്നൻസി ആവാതിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അത് ഇൻവോൾവ്സ് ഡയഗ്നോസിസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്ക് എന്താണ്, മെന്നിനാണോ വുമണിനാണോ പ്രോബ്ലംസ്, അതിനെ കുറിച്ചിട്ടുള്ള രോഗനിർണയം, ദെൻ തെറാപ്യൂട്ടിക് ടെക്നിക് ടു ഇംപ്രൂവ് ഫെർട്ടിലിറ്റി അല്ലെ. നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും നമുക്ക് അതിനെ മാറ്റി അല്ലെ, അവിടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട എംബ്രിയോളജി ഭ്രൂണ ശാസ്ത്രം, അതുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാം വ്യക്തികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ സജാസ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു അബ്രിവേഷൻ ആയിട്ട് കാണാറുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് കൃത്രിമ ഗർഭധാരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഗൈനക്കോളജി അതിന്റെയൊക്കെ ഉപവിഭാഗമായ ഇൻഫെർട്ടിലിറ്റി വിഭാഗത്തിലാണ്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ കൃത്രിമ ഗർഭധാരണ അല്ലെ, ജോയിനിങ് ഓഫ് വുമൺസ് എഗ് ആൻഡ് എ മാൻസ് സ്പെറം ഇൻ ലബോറട്ടറി ടിഷ്യൂ അല്ലെ. നമുക്കറിയാം ടെസ്റ്റ് ട്യൂബിലൂടെ കുട്ടികളെ ഉൽപാദിപ്പിക്കുന്ന ഒരു രീതി അല്ലെ, അതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഗൈനക്കോളജിയുടെ ഉപവിഭാഗത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഗൈനക്കോളജി തന്നെ ഡോക്ടറിനെ തന്നെ കണ്ട് അല്ലെ, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളുമുണ്ട് സേവനങ്ങൾ ചെയ്യുന്നത്. പക്ഷെ വലിയ വലിയ ഹോസ്പിറ്റലിൽ ഇതിന്റെ മാത്രം ഉപവിഭാഗങ്ങളായിട്ട് പ്രത്യേകം കൈകാര്യം ചെയ്തു പോകുന്ന ഹോസ്പിറ്റലുകളുമുണ്ട്. 3 ബ്രാഞ്ചുകൾ എന്താന്നുള്ളത് ക്ലിയർ ആയോ? ാണോ 3 ബ്രാഞ്ചുകൾ എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആണോ? എന്തൊക്കെ ബ്രാഞ്ചുകളാണ് നമ്മൾ കണ്ടത്? ഏതൊക്കെ ബ്രാഞ്ചുകളാണ്? ഗൈനക്കോളജി വിഭാഗം, പിന്നെ ഒബ്സ്റ്റെറിക്സ് വിഭാഗം, ഇൻഫെർട്ടിലിറ്റി വിഭാഗം. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം എന്താണ് ഡീൽ ചെയ്യണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. This department deals with the investigation and the treatment of problems of the female reproduction system എന്നുള്ള രീതിയിൽ അതൊന്ന് നോട്ട് ചെയ്യാം. Then ഇതില് എന്തൊക്കെയാണ് 3 സ്പെഷ്യലിസ്റ്റീസ് അല്ലെ, സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈനക്കോളജി, ഒബ്സ്റ്റെറിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി. എന്താണ് ഒബ്സ്റ്റെറിക്സിൽ ഡീൽ ചെയ്യുന്നത്? ഒബ്സ്റ്റെറിക്സ് അല്ലെ, ഡാഷ് ഈസ് ദ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഡീലിംഗ് വിത്ത് ദ care of a mother and child before, during and after childbirth. എന്താണ്? ഒബ്സ്റ്റെറിക്സ് ആണ് അല്ലെ. ഒബ്സ്റ്റെറിക്സ് is the surgical specialty. ഓക്കെ, ആ വിഭാഗത്തില് നമുക്കറിയാം കുട്ടിയുടെ അല്ലെ അമ്മയുടെയും കുഞ്ഞിന്റെയും ആ ടൈമില് ബിഫോർ ആ ഗർഭാവസ്ഥ ആയിരിക്കുമ്പോൾ അതിനുശേഷം അല്ലെ, അതിന് മുമ്പ് നമുക്കറിയാം 1 മുതൽ എല്ലാ കാര്യങ്ങളും
കുട്ടിക്കും അമ്മയ്ക്കും സുഖകരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒബ്സ്റ്ററിക്സ് വിഭാഗത്തിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഏതാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ന്യൂറോളജി ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ന്യൂറോളജി വിഭാഗമാണ്. അപ്പൊ ന്യൂറോളജി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏത് സിസ്റ്റമാണ് ന്യൂറോളജി കൈകാര്യം ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്? എന്ത്? നെർവ് അല്ലെ, ഞരമ്പ് അല്ലെ, നെർവ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കാം, ന്യൂറോളജി ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ നെർവ്സ് സിസ്റ്റം. ഓക്കെ, നമുക്കറിയാം ഞരമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ന്യൂറോളജി. പത്ത് വയ്ക്കുക, ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെന്റും കേൾക്കുമ്പോഴും അത് എന്താന്നുള്ളത് മനസ്സിലാക്കി തന്നെ പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എളുപ്പമാണ്. ഒരു വിഭാഗം എന്താന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ന്യൂറോളജിയില് നെർവസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദ ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ് ഫോർ പ്രോബ്ലംസ് അഫക്റ്റിംഗ് ദിയർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സുഷുമ്നാ നാഡി നമ്മുടെ തലച്ചോറ് അല്ലെ, ബ്രെയിനുമായി ബന്ധപ്പെട്ട് അതുമായി എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ബ്രെയിനിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നാഡികൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ബ്രെയിനിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. തീർച്ചയായിട്ടും ഞരമ്പുകളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പറയുന്ന അനുസരിച്ചിട്ടില്ലേ, കൃത്യമായിട്ട് തന്നെ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും അല്ലെ. ന്യൂറോളജിസ്റ്റ് എക്സാമിൻ പേഷ്യൻസ് ഹു ഹാവ് ബീൻ റെഫേർഡ് ടു them by other physicians in both the inpatient and outpatient settings. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസ് ഹു ഹാവ് ബീൻ റെഫേർഡ് ടു them by other physicians ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ എക്സാമിൻ ചെയ്തിട്ടുണ്ടാവും ഈ പേഷ്യൻസിന്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പേഷ്യൻസിനെ റെഫർ ചെയ്യുമ്പോൾ അവര് ചിലപ്പോൾ റെഫർ ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ അല്ലെ. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമുക്കറിയാം ഒരു രോഗിയെ ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ടുള്ള മതിയായ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയതായിരുന്നു. ചിലപ്പോഴൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അല്ലെ. നമുക്കറിയാം ഇപ്പോ നവേ ഡേയ്സിൽ എന്താണ് ലക്ഷണങ്ങൾ എന്നുള്ളതൊക്കെ, സ്ട്രോക്ക് ഒക്കെ വരാനായിട്ടുള്ള ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ന്യൂറോളജിസ്റ്റിനെ നേരിട്ട് കൊണ്ടത് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അതിന്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ എളുപ്പത്തില് നമുക്ക് ആ രോഗം ഭേദമാകാനായിട്ട് സാധിക്കും. പക്ഷെ പലപ്പോഴും എന്തായാലും ഈ രോഗിക്ക് ന്യൂറോളജിസ്റ്റിനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത്, കാണിക്കേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ പേഷ്യൻസിന് മനസ്സിലായെന്ന് വരില്ല. പലപ്പോഴും പേഷ്യൻസിന് ഫിസിഷ്യനാണ് റെഫർ ചെയ്യുന്നത് ന്യൂറോളജിസ്റ്റിനെ കാണിക്കാനായിട്ട്. ന്യൂറോളജിസ്റ്റ് വിൽ ബിഗിൻ their interaction with the patient by taking a comprehensive medical history and then perform a physical examination focusing on evaluating the nervous system. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ എന്താണ് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അവരുടെ പേഴ്സണൽ ഹിസ്റ്ററീസ് ആദ്യം തന്നെ ചോദിച്ചറിയും അല്ലെ. എങ്ങനെയാണത്, എപ്പോ തുടങ്ങി, ഏത് കാലഘട്ടം തുടങ്ങി, എന്തുകൊണ്ടാണ്. കാരണം നെർവുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ ഗ്രഹിച്ച് നമുക്ക് അതിന്റെ സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കണം. അതേ ടൈമിൽ തന്നെ കൃത്യമായിട്ട് തന്നെ ഡീൽ ചെയ്തില്ലെങ്കിൽ വലിയ ആഫ്റ്റർ എഫക്ട്സ് വരാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവരെ ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ നല്ല സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യും. ആൻഡ് ദെൻ പെർഫോം എ ഫിസിക്കൽ എക്സാമിനേഷൻസ് അല്ലെ. അതേപോലെ തന്നെ ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള എക്സാമിനേഷൻസ് ഒക്കെ നടത്തും. തീർച്ചയായിട്ടും നമുക്കറിയാം സ്ട്രോക്ക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ പറയുന്ന അനുസരിച്ചിട്ട് ചിലപ്പോ ആ പേഷ്യന്റിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ വ്യക്തികൾക്ക് ഇന്ന പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന ഞരമ്പുകൾക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അവരുടെ റെസ്പോണ്ട് വേരിയേഷൻസ് നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. Then components of the neurological examination include assessment of the patient's cognitive function, motor strength, sensation, reflexes, coordination and gait. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ എന്തൊക്കെയാണ് അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത്? അസസ്മെന്റ് ഓഫ് ദ പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതായത് ഒരു വൈജ്ഞാനികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് അവര് മനസ്സിലാക്കിയെടുക്കും. പ്രധാനമായിട്ട് നമുക്കറിയാം അവരോട് ഇപ്പോ അല്ലെ ഡോക്ടർ തീരുമാനിക്കുന്നത് പറയുന്ന അനുസരിച്ചിട്ട് തന്നെ റിയാക്ട് ചെയ്യുമെന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ ഇൻ കേസ് കയ്യിലൊന്ന് മൂക്കിലേക്ക് അടുപ്പിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി
ഈ നെർവസിന് എന്തെങ്കിലും സംഭവിച്ചവർക്ക് അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവരിൽ നിന്ന് ആ ഒരു വൈജ്ഞാനികമായിട്ട് തന്നെ അറിവ് സംഭരിക്കുകയാണ്. ഓക്കെ, ഈ വ്യക്തിക്ക് ഈ പേഷ്യന്റിന് പറയുന്നതനുസരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മോട്ടോർ സ്ട്രെങ്ത് നമുക്കറിയാം, അവർക്ക് അല്ലെ ചലനശേഷി അറിയാം, കറക്റ്റ് ആയിട്ട് രീതിയിൽ കൈ പൊക്കാനോ ഉയർത്താനോ ചലിപ്പിക്കാനോ ശേഷി അവർക്ക് പറ്റുന്നില്ല. സെൻസേഷൻ റിഫ്ലെക്സ് അല്ലെ, അവരുടെ സെൻസ് ഓർഗൻസുകള് നമുക്കറിയാം കൃത്യമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്നില്ല. അതിൽ നിന്നെല്ലാം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്തോ ന്യൂറോ പ്രോബ്ലംസ് ആണ്, ഇന്ന ന്യൂറോ പ്രോബ്ലംസ് കൊണ്ടാണ് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് അല്ലെ. കോർഡിനേഷൻ ആൻഡ് ഗേറ്റ് എന്ന് വെച്ചാൽ അവരുടെ നടക്കാനായിട്ട് നടത്തത്തിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഏകോപിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം. അപ്പൊ അതിൽ നിന്നെല്ലാം ആണ് അവര് എക്സാമിൻ ചെയ്യുന്നത് ഈ രോഗിക്ക് എന്തൊക്കെയോ നെർവസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഈ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഈ രോഗിയെ അവർക്ക് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഫസ്റ്റ്ലി അവരെന്താണ് ചെയ്തത്, മെഡിക്കൽ ഹിസ്റ്ററി അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഈ എക്സാമിനേഷനിൽ അവരെ കുറെ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലെക്സസ്, കോർഡിനേഷൻ ആൻഡ് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ നടത്തവും അതേമാതിരി തന്നെ ചലിപ്പിക്കലും അല്ലെങ്കിൽ റിയാക്ഷൻ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവര് കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ടാണ് രോഗനിർണയം നടത്തുന്നത്. വീണ്ടും പറയുന്നു, ന്യൂറോളജിസ്റ്റ് ഡു നോട്ട് പെർഫോം സർജറി. ഒരു ന്യൂറോളജിസ്റ്റ് ഒരിക്കലും സർജറി പെർഫോം ചെയ്യില്ല അല്ലെ, അവിടെ കൈകാര്യം ചെയ്യില്ല. അത് ആരാണ് ചെയ്യുന്നത്? ഇപ്പൊ one of their patient require surgery, they refer them to neurosurgeon. അവര് എന്താ ചെയ്യുന്നത്? ന്യൂറോ സർജൻ ആണ് റെഫർ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഓപ്പറേഷൻ സർജറിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റ് അല്ല സർജറി നിർവഹിക്കുന്നത്, അത് ന്യൂറോ സർജൻ തന്നെയാണ് നിർവഹിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അത് അവിടെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. വിച്ച് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂറോളജിസ്റ്റ് ആൻഡ് ന്യൂറോ സർജൻ. തീർച്ചയായിട്ടും നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ന്യൂറോളജിസ്റ്റ് എന്താണ്, അവിടെ ന്യൂറോളജി ട്രീറ്റ്മെന്റ് മാത്രമേ നിർവഹിക്കുന്നുള്ളൂ. എന്താണ്, സർജറി പെർഫോം ചെയ്യുന്നത് ആരാണ്? ന്യൂറോ സർജൻ ആണ്. ഓക്കെ അല്ലേ? that requires സർജിക്കൽ ഇന്റർവെൻഷൻസ്. ഓക്കെ, നമുക്കറിയാം അതിന് സർജിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ഹാൻഡിൽ ചെയ്യണം അല്ലെ. നെർവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് സ്പെഷ്യലൈസ്ഡ് കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സർജിക്കൽ ഇന്റർവെൻഷൻ അവിടെ ആവശ്യമാണ് എന്നുള്ളത്. ആ സർജിക്കൽ ഇന്റർവെൻഷൻ ഹാൻഡിൽ ചെയ്യുന്ന ന്യൂറോ സർജൻ തന്നെയാണ് ന്യൂറോയുമായി ബന്ധപ്പെട്ട സർജറികളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ന്യൂറോളജി വിഭാഗം ഒക്കെയാണോ? അവിടെ നോട്ട് ചെയ്യേണ്ട 1-2 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യാം. ന്യൂറോളജി ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ഓക്കെ, വീണ്ടും അവിടെ നമ്മൾ കണ്ടു എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് പങ്കു വെച്ചിരിക്കാം. Neurologist do not perform surgery. If one of the patient requires surgery, they refer them to neurosurgeon. Okay. Clear അല്ലേ? ഓക്കെ ആണോ? നമ്മളിപ്പോ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്? ജസ്റ്റ് ഒന്ന് കുറേശ്ശെ പഠിച്ചു പോയാൽ മതി. പക്ഷെ ആ വിഭാഗം എന്താന്നുള്ളത് മനസ്സിൽ പതിച്ചു പോവുക. ജെറിയാട്രിക്സ് വിഭാഗം നമ്മൾ നോക്കി. ജനറൽ മെഡിസിൻസ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ കണ്ടു ഫിസിഷ്യൻസ് അല്ലെ, ഒരു പ്രത്യേക സ്പെഷ്യലൈസേഷൻ ഒന്നും എടുക്കാത്ത ഡോക്ടേഴ്സ് ആണ്. എന്നാൽ സംഭവം MBBS കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വ്യക്തികളൊക്കെ തന്നെയാണ്. പക്ഷെ സ്പെഷ്യലൈസ്ഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല അല്ലെ. ഗാസ്ട്രോഎൻട്രോളജി വിഭാഗം നമ്മൾ കണ്ടു. അബ്ഡോമിനുമായി ബന്ധപ്പെട്ട ലിവർ, പാൻക്രിയാസ്, ലാർജ് ഇൻറ്റസ്ട്രിയൻ, സ്മോൾ ഇൻറ്റസ്ട്രിയൻ അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അസുഖങ്ങള് ഡിസീസസ് വരികയാണെങ്കിൽ കൈകാര്യം ചെയ്യുന്നതാണ്. ഹെപ്പറ്റോളജി എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക ലിവർ അല്ലെ, ലിവർ ഡിസോർഡേഴ്സ് ഓഫ് ലിവർ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഹെപ്പറ്റോളജിയാണ്. ഗൈനക്കോളജി എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കി എന്താണ് അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. വുമൺസ് ലൈഫ് ഈസ് മാർക്ക്ഡ് ബൈ യുണീക് ചേഞ്ചസ് ഒക്കെ വിത്ത് ടൈം from attaining menarche, conception, pregnancy, childbirth and menopause. ഇത്തരത്തിലുള്ള ഈ ചേഞ്ചസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന വിഭാഗം ഗൈനക്കോളജി വിഭാഗമാണ്. അത് ഇച്ചിരി വൈഡ് ഏരിയാസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനായിട്ട് എളുപ്പത്തിലും അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ട്രീറ്റ്മെന്റ് ആവശ്യമായതുകൊണ്ട് തന്നെ സ്പെഷ്യാലിറ്റീസുകൾ ഉണ്ട്. ഗൈനക്കോളജി വിഭാഗം, ഒബ്സ്റ്റെറിക്സ് വിഭാഗം, ഇൻഫെർട്ടിലിറ്റി വിഭാഗം. ഒബ്സ്റ്റെറിക്സിൽ ഹാൻഡിൽ ചെയ്യുന്നത്
എന്താണ് the care of a mother and child before, during and after childbirth. Then എന്താണ് നമ്മൾ കണ്ടു എന്താണ് ഇൻഫെർട്ടിലിറ്റി അല്ലെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് both men and women and involves diagnosis of infertility, therapeutic treatment to improve fertility, embryology services such as the in vitro fertilization. അവിടെ നമ്മൾ അബ്രിവിയേഷനും പറഞ്ഞു IVF, അത് in vitro fertilization ആണ് നമ്മൾ കണ്ടു. അത് കൃത്രിമ ഗർഭധാരണം അല്ലെ അതുമായി ബന്ധപ്പെട്ട കാര്യം ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെയാണ്. നമ്മളെ ലാസ്റ്റ് കണ്ടത് ന്യൂറോളജി വിഭാഗമാണ്. ന്യൂറോളജിയില് നമ്മൾ ജസ്റ്റ് കണ്ടു ന്യൂറോയുമായി ബന്ധപ്പെട്ട നെർവസ് സിസ്റ്റം ആണ് ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടു. പിന്നെ ന്യൂറോളജിയുടെ ഡിഫറൻസ്, അതായത് ന്യൂറോളജിസ്റ്റിന്റെയും ന്യൂറോ സർജന്റെയും ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി. സർജറി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ന്യൂറോ സർജനും അതേമാതിരി തന്നെ ട്രീറ്റ്മെന്റ് അല്ലെ അതിന്റെ ലക്ഷണങ്ങൾ വെച്ച് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ന്യൂറോളജിസ്റ്റുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ചെറിയൊരു പോയിന്റ് ഉണ്ട്. നെഫ്രോളജി വിഭാഗം. ഓക്കെ, നമുക്ക് എടുക്കാമല്ലോ നെഫ്രോളജിയും. ഓക്കെ, ചെറുതാണ്. നെഫ്രോളജി അത് ആ വിഭാഗം എന്താ ഫോക്കസ് ചെയ്യുന്നത്? നെഫ്രോളജി കിഡ്നി. ഓക്കെ, കിഡ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതേത് വിഭാഗമാണ്? നെഫ്രോളജി. മാറിപ്പോവരുത്. ന്യൂറോളജി, നെഫ്രോളജി അല്ലെ അങ്ങനെയൊക്കെ കുറെ പേരുകൾ വരുമ്പോഴൊന്നും മാറിപ്പോവരുത്. എന്താണ് നെഫ്രോളജി എന്ന് പറയുമ്പോൾ? കിഡ്നിയുമായി ബന്ധപ്പെട്ട്. Nephrology focuses on the diagnosis and treatment of diseases that affect the kidney, including electrolyte disturbance and hypertension. Okay, നമുക്കറിയാം നമ്മുടെ പറഞ്ഞ മാതിരി കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, അതിന്റെ രോഗനിർണയം ചികിത്സ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നെഫ്രോളജി വിഭാഗമാണ്. ഇലക്ട്രോ ഡിസ്റ്റർബൻസും ഹൈപ്പർടെൻഷൻസ് ഒക്കെ ഇതിനോടൊപ്പം തന്നെ ഉൾപ്പെട്ടതാണ്. Then renal replacement therapy, including dialysis and transplant, are also carried out by nephrologist. Okay, nephrologist തന്നെയാണ് നമുക്കറിയാം കരൾ മാറ്റിവെക്കൽ, ശസ്ത്രക്രിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ അല്ലെ നമുക്കറിയാം. കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഡയാലിസിസ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും അല്ലെ. ബ്ലഡിന്റെ ആ ഒരു കാര്യങ്ങൾ മാറ്റി അല്ലെ ഒന്ന് ക്ലിയർ ഔട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡയാലിസിസ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. അത് ഡീൽ ചെയ്യുന്നത് നെഫ്രോളജി വിഭാഗമാണ്. അതോടൊപ്പം തന്നെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കാര്യങ്ങളെല്ലാം, റീനിയൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെ അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്, ട്രാൻസ്പ്ലാന്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതെല്ലാം തന്നെ നെഫ്രോളജിസ്റ്റ് ആണ്, നെഫ്രോളജി വിഭാഗമാണ്. ഓക്കെയാണോ? വിഭാഗം ഓർത്ത് വെക്കുക. നെഫ്രോളജി എന്ന് കേൾക്കുമ്പോ തന്നെ ഓർത്ത് വെക്കുക കിഡ്നി. ന്യൂറോളജി എന്ന് ഓർക്കുമ്പോ തന്നെ ഓർത്ത് വെക്കുക നെർവസ്. ഒബ്സ്റ്റെറിക്സും ഗൈനക്കോളജിയും ഇൻഫെർട്ടിലിറ്റി ഒക്കെ ആ ഒരു വിഭാഗമാണ്. ഹെപ്പറ്റോളജി എന്ന് പറയുമ്പോൾ ലിവർ ഹെപ്പറ്റോളജി. സമയം ഇവിടെ വേറൊരു മാറിപ്പോകാൻ പറ്റുന്ന ഒരു പേരും കൂടിയുണ്ട്, ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറയുന്നത് ഏതാ? നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാലും മാറിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹെമറ്റോളജി എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡുമായി റിലേറ്റ് ചെയ്യുക. യെസ്, ഹെമറ്റോളജി ബ്ലഡുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. ഹെപ്പറ്റോളജി ലിവറുമായി ബന്ധപ്പെട്ടതാണ്. മാറിപ്പോവാതെ തന്നെ പഠിക്കുക. അതുകൊണ്ടാണ് ഞാനത് ഹെപ്പറ്റോളജി എന്ന് തന്നെ പഠിച്ചു വെക്കണമെന്ന് പറയുന്നത്. ഹെപ്പറ്റോളജി ലിവറുമായി ബന്ധപ്പെട്ടത്. ന്യൂറോളജി അതേമാതിരി തന്നെ ന്യൂറോളജിയെ പോലെ തന്നെ എന്താണ് നെഫ്രോളജി അല്ലെ. ഇത് രണ്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ന്യൂറോളജി എന്ന് പറയുമ്പോൾ നെർവസ് ആണെങ്കിൽ, നെഫ്രോളജി എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? ഇനിയുള്ളത് ഒന്നും കൂടെ ഉണ്ട്, ന്യൂക്ലിയർ മെഡിസിൻ. കൂടുതൽ പറയാനുണ്ട്. നോട്ട് ചെയ്യേണ്ടതൊക്കെ നോട്ട് ചെയ്തില്ലേ? നമ്മൾ നോട്ട് ചെയ്ത് പോകാനുള്ളതൊക്കെ. റീനിയൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്? അത് കിഡ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നെഫ്രോളജി ആണ് കേട്ടോ.
ഓക്കെ, ഡയാലിസിസ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കിഡ്നി ഡയാലിസിസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു തിരഞ്ഞെടുത്തിട്ട് ചോദിച്ചാൽ നമുക്കറിയാം ഏത് വിഭാഗമാണെന്ന് ഓർമ്മയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ലാസ്റ്റ് 5 minutes ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ വേണമെങ്കിൽ ആവാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? ഇങ്ങനെ ക്ലാസ് മൂവ് ചെയ്ത് പോയാൽ മതിയില്ലേ? നിങ്ങൾ 2-3 ക്ലാസ് തന്നെ കേട്ടിട്ടുണ്ട്. ഓക്കെയാണ്. സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. വളരെ പതിയെ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് സ്ലോയില് പോകാൻ പറ്റാറുള്ളൂ. അതുകൊണ്ടാണ് അത് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് എന്തായാലും ഇന്നത്തേക്ക് ചില ഭാഗങ്ങളൊക്കെ ഡീപ്പായിട്ട് മറ്റ് ചാപ്റ്റേഴ്സിൽ വരുന്നതാണ്. ഇല്ല, നമ്മള് വളരെ കുറച്ച് തന്നെ പോയുള്ളൂ അല്ലെ? ല്ലോ ന്യൂക്ലിയർ മെഡിസിൻ കൂടി എത്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. എങ്ങനെ സമയം കിട്ടിയില്ലെങ്കിലും. അപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പോവാം. ന്യൂക്ലിയർ മെഡിസിൻ. Nuclear medicine is a branch of medical imaging that uses a small amount of radioactive materials to diagnose and ascertain the severity of or treat a variety of diseases, including many types of cancers, heart diseases, gastrointestinal, endocrine, then neurological disorders and other abnormalities within the body. Okay. അതായത് നമുക്കറിയാം ഒരു രോഗിക്ക് ചിലപ്പോ ചില കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ മാതിരി കണ്ടെത്താൻ പറ്റില്ല അല്ലെ? ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രോഗങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഡോക്ടേഴ്സിന് ലക്ഷണങ്ങൾ വെച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവര് കുറച്ചും കൂടി പലതരത്തിലുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റോ സ്കാനിങ്ങോ കാര്യങ്ങളൊക്കെ അവര് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ന്യൂക്ലിയർ മെഡിസിനും നമുക്കറിയാം ഇത് മാതൃക തന്നെയുള്ള ഒരു കാര്യമാണ്. ഒരു ക്ലിനിക്കൽ വിശകലനത്തിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള ശാരീരിക അവയവങ്ങളിലേക്ക് നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ കടത്തിവിട്ടിട്ട് രോഗനിർണയ നടത്തുന്ന ഒരു കാര്യമാണ് ന്യൂക്ലിയർ മെഡിസിനിൽ കൈകാര്യം ചെയ്യുന്നത്. അതായത് നമുക്കറിയാം വരുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് ഡോക്ടറിനൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് നമുക്ക് രോഗനിർണയം കണ്ടെത്താനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളിൽ ന്യൂക്ലിയർ മെഡിസിൻ അല്ലെ ആ ഒരു രീതിയാണ് ഫോളോ ചെയ്തു പോകുന്നത്. അതിൽ എന്താണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്? ന്യൂക്ലിയർ മെഡിസിൻ ഇസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് that uses a small amount of radioactive materials to diagnosis. അല്ലെ? രോഗനിർണയം നടത്താനായിട്ട് ചെറിയ അളവിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആ പേഷ്യൻസിലേക്ക് അവയവങ്ങളിലേക്കൊക്കെ കടത്തി വിട്ടിട്ട് എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് പിക്ചർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ചിലപ്പോൾ ചില മുഴകളായിരിക്കാം, ചിലപ്പോൾ ചില സെല്ലുകളുടെ ഒക്കെ വളർച്ചകളൊക്കെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ഡോക്ടറിന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ആ പിക്ചറിൽ നിന്ന് കണ്ടെത്താനായിട്ടും ആ വ്യക്തികളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആൻഡ് അസർട്ടൈൻ ദ സെവറിറ്റി ഓഫ് ഓർ ട്രീറ്റ്മെന്റ് ഓഫ് വെറൈറ്റി ഓഫ് ഡിസീസസ് അല്ലെ? വ്യത്യസ്ത തരത്തിലുള്ള അസുഖങ്ങളായിരിക്കാം. നമുക്കറിയാം ചില രോഗങ്ങളൊന്നും അല്ലെ നമ്മളുടെ പ്രാഥമിക ദൃഷ്ടിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഡിസീസുകളായിരിക്കും. ഇൻക്ലൂഡിങ് മെനി ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സുകള്, ഹേർട്ട് ഡിസീസസുകൾ അല്ലെ? പലതരത്തിലുള്ള ക്യാൻസറുകള്, ഹേർട്ട് ഡിസീസസ്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ, എൻഡോക്രൈൻ അല്ലെ? അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പല പല അസുഖങ്ങൾ, ദഹനേന്ദ്രിയത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവർക്ക് പെട്ടെന്ന് ഒറ്റ ഇതില് അല്ലെ ഇമേജിൽ ഒന്ന് മനസ്സിലാക്കാതെ വരുമ്പോൾ പറ്റാതെ വരുമ്പോൾ ചെറിയ അളവിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കടത്തിവിട്ടിട്ടാണ് ആ ഇമേജിൽ നിന്നാണ് ഡോക്ടേഴ്സ് രോഗനിർണയം നടത്തുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് കാര്യം എന്താന്നുള്ളത് ക്ലിയർ ആയോ? ന്യൂക്ലിയർ മെഡിസിൻ എന്താന്നുള്ളത് ഓക്കെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. മെസ്സേജ് വന്നില്ലേ? നാളെ ക്ലാസ് ഉള്ള കാര്യം ഉണ്ട്. ഓക്കെ,
അപ്പൊ നമുക്ക് നാളെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഞാൻ തന്നെ ഉണ്ടാവും, കാരണം ട്യൂസ്ഡേയിലത്തെ ടൈം ടേബിൾ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ നാളെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു.